everyone, welcome to LK Group of Educational Services. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റൻ ആൻസർ സെഷനാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് മേജറായിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ 2. നമുക്ക് സെഷൻ 1 കുറച്ച് നാൾ മുന്നുണ്ടായിരുന്നു. സെഷൻ 1 നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കവർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻക്ലൂഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ? അപ്പം നമ്മൾ ഓൾറെഡി കണ്ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ പാർട്സിൽ ഏത് പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് ആ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട് 2-ലാണ് പറയുന്നത്. സെക്കൻഡ് വൺ, what is the maximum strength of the Lok Sabha House of People as per the Constitution? അപ്പോൾ നമുക്ക് പാർലമെന്റ് 2 ഹൗസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ലോകസഭ ആൻഡ് രാജ്യസഭ എന്നറിയാം. അപ്പോൾ ഇതിൽ ലോകസഭ ഓൾസോ നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾസ്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ എത്ര മെമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര മാക്സിമം സ്ട്രെങ്ത് ഓഫ് പീപ്പിൾ ലോകസഭയിൽ ഇൻക്ലൂഡഡ് ആവാം എന്നുള്ളതാണ് ഈ ചോദ്യം. ഓപ്ഷൻസ് ആ 500, 542, 545, 552 ആൻഡ് 600. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 552 ആണ്. 552 അല്ലെങ്കിൽ 552 ആണ് നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് ലോകസഭയിൽ, അഥവാ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്ന ലോകസഭയിൽ മാക്സിമം സ്ട്രെങ്ത് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 552 മെമ്പേഴ്സ് ആണ്. തേർഡ് വൺ, which article of the Indian Constitution deals with the abolition of untouchability? ഏത് ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഏത് ആർട്ടിക്കിളാണ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷൻ കവർ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ആ ആർട്ടിക്കിൾ 15, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 16, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 19. ഇതിനെ സംബന്ധിച്ചൊരു സിനിമ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, അത് ആർട്ടിക്കിൾ 17 ആണ്. ഫോർത്ത് വൺ, the concept of judicial review in the Indian Constitution is borrowed from which country? നമുക്കറിയാം ജുഡീഷ്യൽ റിവ്യൂ, അതായത് എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാൻ, അതിലെന്തെങ്കിലും റീചേഞ്ചസ് വേണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എലമെന്റ് ഉണ്ടോ എന്ന് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബാഗ് ഓഫ് ബോറോയിങ് എന്നാണ് പറയുന്നത്. ഈ ബാഗ് ഓഫ് ബോറോയിങ് എന്ന് പറയാനുള്ള റീസൺ നമുക്കറിയാം, നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ പെർസെപ്ഷൻ എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, കാനഡ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം, ഓൾസോ നോൺ ആസ് UK. ഫിഫ്ത്ത് വൺ, who has the power to summon or prorogue the session of parliament? ഒരു പാർലമെന്റിൽ നമുക്ക് പാർലമെന്റിൽ സെഷൻസ് കണ്ടക്ട് ചെയ്യണം. സമ്മർ ആൻഡ് വിന്റർ അങ്ങനെ പറഞ്ഞ 2 സെഷൻസ് ഒക്കെ ഉണ്ട്. 2 സെഷൻസ് അല്ല, ഇനി കൂടുതൽ സെഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പാർലമെന്റിൽ, നമുക്കറിയാം. ഈ സെഷൻസിൽ ഇവർ കൂടും, ഇവർ ഡിസ്കസ് ചെയ്യും, ബിൽസ് പാസ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ പാർലമെന്റ് സെഷൻസിൽ നടക്കും. അപ്പോൾ ഇതിൽ പാർലമെന്റിൽ ഒരു സെഷൻ സമൺ ചെയ്യാൻ, അതായത് വിളിച്ചു കൂട്ടാനും അതേപോലെ പ്രൊറോഗ് ചെയ്യാനും, ഇപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വന്നു കഴിഞ്ഞാൽ അത് നിർത്തി വെക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണെങ്കിലും അതിനാർക്കാണ് പറ്റുക? ഹൂ ക്യാൻ സമൺ ഓർ പ്രൊറോഗ് ദിസ് സെഷൻ ഓഫ് ദ പാർലമെന്റ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ എന്താണെന്ന് നമുക്കറിയാം. പ്രൈം മിനിസ്റ്ററിനെ നമുക്ക് ഇതിൽ പാർലമെന്റിന്റെ സെഷനായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വിൽ ഓൾവേസ് ഗോ ഫോർ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് അവർ കൺട്രി, ദാറ്റ് ഈസ് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദി കൺട്രി, പ്രസിഡന്റ്. പ്രസിഡന്റിനാണ് നമ്മുടെ പാർലമെന്റിലെ സെഷൻസ് സമൺ ചെയ്യാനും പ്രൊറോഗ് ചെയ്യാനും ഉള്ള പവർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, which amendment to the constitution lowered the voting age from 21 to 18? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഏത് അമെൻമെന്റിലൂടെയാണ് 21 വയസ്സ് എന്ന് പറയുന്ന പ്രായത്തിൽ നിന്ന് 18 വയസ്സിലേക്ക് ലോവർ ചെയ്തത്? എന്തിനുള്ളത്? വോട്ടിംഗ്. ഒരു ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള ഏജ് 21 നിന്ന് 18 കുറച്ചത് ഏത് അമെൻമെന്റിലൂടെയാണ്? ഓപ്ഷൻസ് ആ 42nd Amendment, 44th Amendment, 61st Amendment and 73rd Amendment.
The correct answer is 61st Amendment. Amendments ഒക്കെ ഓർത്ത് വെക്കണം. നമ്മൾ അതാത് ക്ലാസ്സുകളിൽ അത് കണക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനനുസരിച്ച് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും amendments നമുക്ക് റിലേറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 7th question. The governor of a state is appointed by the president on the advice of. ഒരു സ്റ്റേറ്റിലെ നമുക്കറിയാം ഇന്ത്യക്ക് ഹോളായിട്ട് നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, അത് തന്നെ ഓരോ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവർണർ ഉണ്ട്, ആ സെയിം പോസ്റ്റ് അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ പവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗവർണറിന് ഒരു സ്റ്റേറ്റിന് ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് ആരാണ് അഡ്വൈസ് കൊടുക്കുക? അതായത് പ്രസിഡന്റ് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രസിഡന്റ് പലരുടെയും സജഷൻ എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് തോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് ആരിൽ നിന്നാണ്? President takes advice from whom to appoint governor of a state? Options are Chief Minister, Prime Minister, Chief Justice of India, Union Cabinet. ഇതിൽ ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും എന്നൊക്കെ പറയും. ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റിനാണ്, പ്രൈം മിനിസ്റ്റർ കൺട്രിക്കാണ്, നമ്മുടെ ഹോൾ രാജ്യത്തിനാണ്. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ എപ്പോഴും ആർക്കാണ് അതിനുള്ള ഇത് കൊടുക്കാൻ പറ്റുക? യൂണിയൻ ക്യാബിനറ്റിനാണ്. 8th one. What is the term duration for a member of the Legislative Council in a state with such a provision? നമുക്കറിയാം ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട് ഓരോ സ്റ്റേറ്റുകളിൽ. ഈ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്ക് എത്ര ടേം ഡ്യൂറേഷൻ വരെ ഇരിക്കാം, അതായത് ഭരിക്കാം, അവർക്ക് ആ ഒരു പവർ അല്ലെങ്കിൽ ആ റോളിൽ അവർക്ക് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂറേഷൻ എത്രയാണ്? ഏതിൻ്റെയാണ് ഇവിടെ ചോദിക്കുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ചാണ്, സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ 4 years, 5 years, 6 years and 3 years. The correct answer is 6 years. 9th one. Which schedule of the Indian Constitution deals with the allocation of seats in the Rajya Sabha? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളാണ്? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാർട്സും ഷെഡ്യൂൾസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളാണ് നമ്മുടെ അലൊക്കേഷൻ, അത് രാജ്യസഭയിലെ സീറ്റ്സിന് എങ്ങനെയാണ് അലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളാണ്? ഓപ്ഷൻസ് ആർ ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ ആൻഡ് ഫോർത്ത് ഷെഡ്യൂൾ. ആൻസർ ഏതാണ്? ഫോർത്ത് ഷെഡ്യൂൾ ആണ്. Now, the last question is, the President can make a reference to the Supreme Court for an advisory opinion on any matter under which article? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന് സുപ്രീം കോർട്ടിൽ നിന്ന് എപ്പോഴാണ് റെഫറൻസ് എടുക്കാൻ പറ്റുക? ഇതിൽ അതായത് നമ്മുടെ പ്രസിഡന്റ് ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ സുപ്രീം കോർട്ടിൽ നിന്ന് അഡ്വൈസറി എടുക്കും. അതായത് സുപ്രീം കോർട്ട് ഒരു ജുഡീഷ്യറി എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ സുപ്രീം കോർട്ടിൽ നിന്ന് ഒബ്വിയസ്ലി ഒരു ഒപ്പീനിയൻ എടുക്കും. അപ്പോൾ പ്രസിഡന്റിന് എപ്പോഴാണ് സുപ്രീം കോർട്ടിനെ റെഫർ ചെയ്യാൻ പറ്റുക? എന്തൊരു കാര്യത്തിൽ അഡ്വൈസറി ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റിന് സുപ്രീം കോർട്ടിൽ നിന്ന് റെഫറൻസ് എടുക്കാൻ പറ്റുക? അത് ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റിന് സുപ്രീം കോർട്ടിൽ നിന്ന് അങ്ങനെ അഡ്വൈസ് എടുക്കാം എന്ന് പറയാൻ പറ്റുന്നത്? കാരണം നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെപ്പറേഷൻ ഓഫ് പവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പവേഴ്സിൽ കൈകടത്തുന്നില്ല, അവർക്ക് എല്ലാവർക്കും ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്പെസിഫിക് പ്രൊവിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തിന്? അഡ്വൈസ് എടുക്കാൻ എപ്പോൾ അഡ്വൈസ് ചോദിക്കാൻ പറ്റും, ഏത് ആർട്ടിക്കിൾ പ്രകാരം ചോദിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രസിഡന്റിന് എപ്പോഴാണ് സുപ്രീം കോർട്ടിൽ നിന്ന് അഡ്വൈസറി ഒപ്പീനിയൻ എടുക്കാൻ പറ്റുക ഫോർ റെഫറൻസ് ഇൻ എനി മാറ്റർ? ഏത് ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്? ഓപ്ഷൻസ് ആർ ആർട്ടിക്കിൾ 131, ആർട്ടിക്കിൾ 143, ആർട്ടിക്കിൾ 148, ആർട്ടിക്കിൾ 151. കറക്റ്റ് ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 143. മറക്കാൻ അധികം വഴിയില്ല. 143. ആർട്ടിക്കിൾ 143 ആണ് പ്രസിഡന്റിന് സുപ്രീം കോർട്ടിനോട് അഡ്വൈസറി, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് അഡ്വൈസറി റെഫറൻസ് എടുക്കാൻ ഉള്ള പെർമിഷൻ കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 143ലാണ്. സോ ബൈ ദിസ് വി ആർ കൺക്ലൂഡിങ് ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ. അതോടുകൂടി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതുവരെ കവർ ചെയ്തേക്കുന്ന ടോപ്പിക്കിലെ പല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് സോർട്ട് ചെയ്തിട്ട് എക്സാം പെർവ്യൂവിൽ നമ്മളിത് ചെയ്തിരിക്കുന്നത്. So I hope you understood these question answers. So until we meet in our next video, all the best and prepare well.